പോണം. ഞാൻ അവിടം വരെ പോവെന്ന് അറിയത്തില്ല. അയ്യോ അയ്യോ, എന്താ മോനെ ഇത്? എന്തായി കാണിക്കുന്നത്? താഴോട്ടിറങ്ങ്. നിനക്ക് കളിക്കാൻ സൈക്കിളില്ലേ? അതെടുത്ത് കളിച്ചൂടെ? നീ ഇങ്ങനെയായാ ഈ പപ്പൻ ചത്തുപോകും എന്റെ പൊന്നുമോനെ. ആ മതി മതി, താഴോട്ടിറങ്ങ്. ഇറങ്ങ, നീ അടി വാങ്ങിക്കും. വേണ്ട വേണ്ട, അടിക്കൊന്നും വേണ്ട മാമനെ. ഓ വന്നല്ലോ. ഈ ഡാഡി അവനെ ചീത്തയാക്കുന്നത്. ആരും പേടിയില്ലാതെ ഇങ്ങനെ വളർന്നാലോ? ഞാൻ പറഞ്ഞ ഒട്ടും അനുസരിക്കില്ല. ഡാഡി ആണെങ്കിൽ ഇവനെ തോളി എടുത്തു വെച്ചോണ്ട് പുന്നായിരിക്കും. ഡാഡി, എനിക്കൊരു ആനയെ വേണം, ജീവനുള്ള ആന. വാങ്ങിത്തരാം മോനെ. വലിയ ധൈര്യശാലി തന്നെ. പപ്പന്റെ പുറത്ത് കയറി വീര്യം കാണിക്കാൻ മാത്രം അറിയാം. നോക്കിക്കോ, ഞാൻ ആകാശത്തോടെ പ്ലെയിൻ ഓടിക്കും. ഇല്ലേ ഡാഡി? പിന്നെ പിന്നെ ഓടിക്കും. എനിക്ക് പൈലറ്റ് ആയാൽ മതി. വിമാനത്തിൽ വീടിന് മോളിൽ വന്നിറങ്ങും. അപ്പൊ മമ്മി പറയൂ, മമ്മി അവിടെ കയറ്റാം. മോൻ കേട്ടില്ല. തലയും കുത്തി താഴെ വീഴുകയും ചെയ്യും. ഇത് കണ്ടിരടി കളിയാക്കുന്നു. നോക്കിക്കോ, മോൻ മമ്മിയെ പ്ലെയിനിൽ കയറ്റി ആകാശത്തിന്റെ അറ്റത്ത് കൊണ്ടു. അപ്പൊ മമ്മി പേടിച്ച് കരയും. അല്ലേ ഡാഡി? മതി മതി പുന്നാരം, ഓഫീസിൽ പോണ്ടേ? ഇല്ല, ഇന്ന് പോകുന്നില്ല. അത് കൊള്ളാം. മോനൊരു തലയിറക്കം വന്നതിനാ ഇങ്ങനെ കാവലും. കുറച്ചു ദിവസം ആയല്ലോ ഓഫീസിൽ പോയിട്ട്. ലീവ് ഉണ്ടല്ലോ, അതുപോലെ തീരട്ടെ. എന്ത് വേണമെങ്കിൽ ആയിക്കും. പക്ഷെ ഇവനെ എങ്ങനെ കൊഞ്ചിച്ചാ വഷളാവും പറഞ്ഞേക്കാം. കണ്ണൻ ഏത് നിമിഷത്തിലും നമുക്ക് നഷ്ടമാകാം. എപ്പോ എവിടെ വെച്ച് ആർക്കും അത് പ്രവചിക്കാനാവില്ല. കൂടിയാലോ 2 മാസം. ഇതുവരെ ഉറങ്ങിയില്ലേ? ഞാൻ കുറച്ച് വായിച്ചിരുന്നു പോയി. വന്ന് കിടക്ക്. നേരെ ഒരുപാടായും തോന്നുന്നു. ഡാഡിയും നിന്റെ പാവം മമ്മിയെയും തനിയാക്കിയിട്ട് നീ മാത്രം പോകാനോ? നീ പോയിട്ട് ഡാഡി തനിയെ ഇവിടെ കഴിയാനോ? നിന്നെ ഡാഡി വിടൂല്ല പോനെ, ഒരിക്കലും ഒരിക്കലും. മോന്റെ ഒരു പട്ടിയും പൂച്ചയും. എനിക്ക് അവിടെ ജോലിയുണ്ട്. ഒന്ന് കാണിക്കും പപ്പ. ഇതുകൂടെ കാണിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പോവും. ആ പട്ടി പപ്പാ, അകത്ത് താങ്കൾക്ക് ഒരു പണിയില്ലേ? ഇവൻ പറയുന്ന ഇങ്ങനെ കേട്ടോണ്ടിരുന്നാ മതിയോ? ഞാൻ എന്ത് ചെയ്യാന്? മോൻ വിടണ്ടേ? ചെല്ലുകല്ലേ. എന്താ മോനെ ഇത്? രാവിലെ തൊട്ട് ഒരു വക കഴിക്കുന്നില്ല. എപ്പോ നോക്കിയാലും കളി തന്നെ കളി. ചെല്ല്. അകത്തേക്ക് ചെല്ലാനാ പറഞ്ഞത്. തൂർച്ചു കൂടുന്നുണ്ടല്ലോ. മമ്മി മോനെ, എന്തൊരു ചൂടായത് മോനെ. എന്തോ എന്റെ ഫോൺ എന്ത് പറ്റും മോനെ? എന്ത് പറ്റും? ഹലോ ഹലോ, ഡോക്ടറല്ലേ? അതെ. ഞാനിത് എത്തിക്കഴിഞ്ഞു. ഞാനിതാ വരുന്നു.
മോൻ എന്ത് പറ്റി? എന്ത് പറ്റി ഡോക്ടർ? സമാധാനമായിരിക്കും, ഞാൻ നോക്കട്ടെ. ഇത് കേട്ടപ്പോ ഞാനാകെ സ്തംഭിച്ചുപോയി. നിങ്ങൾ കോൺഫറൻസിന് പോയിട്ട് തിരിച്ചു വന്നില്ലെന്നായിരുന്നു എന്റെ ധാരണ. കുഞ്ഞിന്റെ ആനക്കുട്ടി ആയിരുന്നു സാറേ ഈ പപ്പൻ. അപ്പനകത്ത് പോവും. എല്ലാം സഹിക്കാം. അപർണയുടെ കാര്യമാണ്. അന്നു മുതൽ വെള്ളം കുടിക്കുന്നത് പോലും നിർബന്ധിച്ചിട്ടാണ്. ചിലപ്പോ ആരെയും ഓർമ്മയില്ല. ആ സമയം ഭ്രാന്ത് പോലെയാണ്. നിലത്ത് വെക്കാതെ കൊണ്ടു നടന്നതല്ലേ. ആണുങ്ങളുടെ കാര്യം ഓട്ടന്ന് വെക്കാം. അമ്മയും മകനും കൂടി മിക്കപ്പോഴും ആ വഴിക്ക് പോകും. എനിക്ക് പോലും മറക്കാൻ കഴിയുന്നില്ല. ഞാൻ വൈകിട്ട് ഇങ്ങോട്ട് ഇറങ്ങാം. വരട്ടെ. ശരി.